ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ട്യൂഷൻ ഫീസ് പുറത്തൊന്നും കൊടുക്കണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നാ മതി. അപ്പൊ അച്ഛൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആവും. ക്ലാസ്മേറ്റ് ആവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്നിച്ചിരുന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതായിരുന്നാ മതി. അല്ല, പിള്ളേര് 10ലെത്താനേ ഇനി ഒരുപാട് വർഷം എടുക്കും. ഈ പരിഹാസവാക്കുണ്ടല്ലോ, അത് ഈ വിഷ്ണു ചലഞ്ച് ആയിട്ട് എടുക്കാൻ പോവാ. കഴിയെങ്കിലേ ഈ വർഷം തന്നെ ഞാൻ ഈ കടപ്പ ചാടി കിടക്കും. കണ്ടോ? എങ്കി ഒന്ന് കാണണമല്ലോ. എന്താ പേടിച്ചോ? പേടിയാ? എനിക്കാ, പറഞ്ഞോട് മക്കളെ. കാണാം. വിഷ്ണുച്ചൻ എന്തായാലും ജയിക്കണം. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞങ്ങൾ ചെയ്യാം. അല്ലേ സത്യ? അതെ അതെ, അച്ഛന് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കാം. അയ്യോ വേണ്ട, നിങ്ങളുടെ സഹായമൊക്കെ കുറച്ചു മുമ്പ് ടീച്ചറെ ഭാഗത്ത് എനിക്ക് കിട്ടിയതാണല്ലോ. അച്ഛന് സന്തോഷായി. ഇനി എന്നെ ഇക്കാര്യത്തിലേ എന്റെ കളക്ടർ മാഡം സഹായിച്ചോ ഇല്ലേ? ഈ നിമിഷം മുതലുണ്ടല്ലോ ഈ കളക്ടർ മാഡത്തിന്റെ നല്ല അനുസരണയുള്ള സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ മാറാൻ പോവാ. വിഷ്ണുട്ടാ, കാര്യമായിട്ട് പറയാണോ? എന്താ കുഴപ്പം? അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടോ? ശ്രമിച്ചല്ല നടക്കും. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിലെ ഒറ്റ ചിന്തയുള്ളൂ, എന്റെ വീട്. അതിൽ നമ്മളെല്ലാരും കൂടി താമസിക്കുന്ന ഒരു ചിത്രമുണ്ട് മനസ്സിലെ. എന്റെ അച്ഛൻ വെച്ച വീട്ടില് നമ്മുടെ മക്കളോടൊപ്പം താമസിക്കണമെന്നുള്ള മോഹം, അതെനിക്ക് നേടിയെടുക്കണം. നേടിയെടുക്കും ഞാൻ. ഞാനേ വൈകുന്നില്ല, ഇറങ്ങട്ടെ. വിഷ്ണുട്ടാ, ഇന്നിനി ഓട്ടം ഉണ്ടോ? പിന്നെ ഇന്ന് ലോഡും കൊണ്ട് രാത്രിയിലാ പോണ്ടേ, അതുകൊണ്ടാ. പിന്നെ കമലം കൂടുള്ളതുകൊണ്ട് രാത്രിയിൽ ഉറക്കം വരില്ല. അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് മിണ്ടാണ്ടിരിക്കണ ഈ വായിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കണം. എടി, കളിയായിട്ടുള്ള കാര്യമായിട്ടോ അമ്മ ഇരുത്തുള്ള ഒരു സൂര്യം തരില്ല. അത് ശരിയാ. അല്ലെങ്കിൽ കമൽ ഞങ്ങളുടെ വായില് പഴന്തുണി കുത്തിച്ചിരിക്കാൻ മതി അച്ഛാ. നല്ല മോള്, ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. വിഷ്ണുട്ടാ, സൂക്ഷിക്കണേ. പ്രത്യേകിച്ച് രാത്രിയിലെ ഓട്ടം. ഉറക്കം നന്നായിട്ട് വരികയാണെങ്കിൽ വണ്ടി നിർത്തി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പോവും. നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണോ ഓവർ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയിട്ടാണെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയേ പറ്റൂ. എന്ത് ത്യാഗം സഹിച്ചു നമുക്ക് ആ വീട് തിരിച്ചു പിടിക്കണം. അതെന്റെ ഒരു വാശിയാ. ഞാനത് തിരിച്ചെടുക്കും, എന്ത് ചെയ്തിട്ടാണെങ്കിലും.